പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. നിങ്ങളതൊക്കെ കേട്ട് ഭംഗിയായിട്ട് പഠിച്ച് ഇട്ടിരിക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് മൗര്യ സാമ്രാജ്യം എന്തായിരുന്നു, ആ മൗര്യ സാമ്രാജ്യത്തിൽ അശോകന്റെ റോൾ എന്തായിരുന്നു, എന്താണ് അശോകധർമ്മം. അപ്പൊ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി മൗര്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം അവസാനിച്ചപ്പോൾ, ഒരു സാമ്രാജ്യത്തിന്റെ ഭരണകാലഘട്ടം നമ്മൾ ഇനി ഒരു ഘട്ടം പഠിക്കാനുണ്ട് കേട്ടോ. അതിനകത്ത് മൗര്യ സാമ്രാജ്യം മൊത്തം കഴിഞ്ഞിട്ടില്ല. മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളില് നിരവധി സാമ്രാജ്യങ്ങളും രാജവംശങ്ങളും ഉണ്ടായി. മൗര്യ സാമ്രാജ്യത്തിന് തകർച്ച കഴിഞ്ഞപ്പോൾ ഇന്ത്യയില് അനേകം ചെറു രാജ്യങ്ങളും രാജവംശങ്ങളും ഉദയം ചെയ്യപ്പെട്ടു. അത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയില് ഇൻഡോ ഗ്രീക്കുകാരും ശാകന്മാരും കുശാനന്മാരും പാർത്തിയന്മാരും ആധിപത്യം സ്ഥാപിച്ചു. ഇങ്ങനെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയില് ഇൻഡോ ഗ്രീക്കുകാര്, കുശാനന്മാര്, ശാകന്മാര്, പാർത്തിയന്മാര്. അപ്പൊ ഇതൊരു കൊച്ചൊരു പോയിന്റാണ്. കാര്യം ഇന്ത്യ മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഇന്ത്യക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെ? ശേഷം എന്താണ് സംഭവിച്ചത്? ആ സംഭവിച്ചതാണ് പറയുന്നത്. മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം, ഒരു മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയും ഭരണം കൂടെ നമ്മളൊരു എസ്സേ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഇതിന്റെ അവസാനത്തിൽ നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അതിന് അപ്പോഴേ പറയാം. ആ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയില് നിരവധി സാമ്രാജ്യങ്ങളും രാജവംശങ്ങളും ഉണ്ടായി. ആ രാജവംശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശം വടക്കേ ഇന്ത്യ, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. അവിടെ ഇൻഡോ ഗ്രീക്കുകാർ, അപ്പൊ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗം, അതായത് വടക്ക് ഭാഗത്തിന് മോൾ ഭാഗം, അല്ലെ? ആ വടക്ക് ഭാഗത്ത് ആധിപത്യം സ്ഥാപിച്ചത് ഇൻഡോ ഗ്രീക്കുകാര്, ആര്യന്മാരും, അതുപോലെ ഇൻഡോ ഗ്രീക്കുകാര്, ശാകന്മാരും, പാർത്തിയന്മാരും, കുഷാനന്മാരുമാണ്. എന്നാൽ ഗംഗാസമതലത്തിൽ ആധിപത്യം സ്ഥാപിച്ചത് ശുംഗരാജവംശവും കണ്വരാജവംശവുമാണ്. ഗംഗാസമതലത്തിൽ ആധിപത്യം സ്ഥാപിച്ചത് ശുംഗരാജവംശവും കണ്വരാജവംശവുമാണ് ഗംഗാസമതലത്തിൽ ആധിപത്യം സ്ഥാപിച്ചത്. എന്നാൽ കിഴക്കേ ഇന്ത്യയില് ആധിപത്യം സ്ഥാപിച്ചത് കലിംഗ രാജ്യമാണ്. കിഴക്കേ ഇന്ത്യയില് കലിംഗ രാജ്യം ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഇങ്ങ് ഡെക്കാൻ പ്രദേശങ്ങളില് ശതവാഹനന്മാർ ആധിപത്യം സ്ഥാപിച്ചു. ഡെക്കാൻ പ്രദേശത്ത് ശതവാഹനന്മാർ ആധിപത്യം സ്ഥാപിച്ചു. ദക്ഷിണേന്ത്യയില് ദക്ഷിണേന്ത്യയില് ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരുമാണ് ആധിപത്യം സ്ഥാപിച്ചത്. അപ്പോ ചോദ്യം ഇതാണ്: മൗര്യ സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ സംവിധാനം എങ്ങനെയായിരുന്നു? എങ്ങനെ മൗര്യ സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ സംവിധാനം എങ്ങനെയായിരുന്നു? നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്: മൗര്യ സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് ശേഷം ഇന്ത്യയില് അനേകം ചെറു രാജ്യങ്ങളും രാജവംശങ്ങളും ഉദയം ചെയ്യപ്പെട്ടു. മൗര്യ സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് ശേഷം ഇന്ത്യയില് അനേകം ചെറു രാജ്യങ്ങളും രാജവംശങ്ങളും ഉദയം ചെയ്യപ്പെട്ടു. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയില് ഇൻഡോ ഗ്രീക്കുകാരും അതുപോലെ തന്നെ ശാകന്മാരും കുഷാനന്മാരും പാർത്തിയന്മാരും. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയില് ഇൻഡോ ഗ്രീക്കുകാര്, ശാകന്മാര്, കുഷാനന്മാര്, പാർത്തിയന്മാർ എന്നിവർ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഗംഗാ സമതല പ്രദേശങ്ങളില് ശുംഗരാജവംശവും കണ്വരാജവംശവും ആധിപത്യം സ്ഥാപിച്ചു. ഇങ്ങനെ ഗംഗാ സമതല പ്രദേശത്ത് ശുംഗരാജവംശവും കണ്വരാജവംശവുമാണ് ആധിപത്യം സ്ഥാപിച്ചത്. ഗംഗാ സമതല പ്രദേശത്ത് ശുംഗരാജവംശവും കണ്വരാജവംശവും ആധിപത്യം സ്ഥാപിച്ചു. കിഴക്കേ ഇന്ത്യയില് കലിംഗ രാജവംശമാണ് ഉദയം ചെയ്യപ്പെട്ടത്. കിഴക്കേ ഇന്ത്യയില് കലിംഗ രാജവംശമാണ് ആധിപത്യം സ്ഥാപിച്ചത്. ഡെക്കാൻ പ്രദേശങ്ങളില് ശതവാഹനന്മാർ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ദക്ഷിണേന്ത്യയില് ആരൊക്കെയാണ്? ചേരന്മാര്, ചോളന്മാരും
പാണ്ഡ്യന്മാരും ആധിപത്യം സ്ഥാപിച്ചു. ഡെക്കാൻ പ്രദേശത്ത് ദക്ഷിണേന്ത്യയില് ആരാണ്? ചോളന്മാരും ചേരന്മാരും പാണ്ഡ്യന്മാരും ആധിപത്യം സ്ഥാപിച്ചു. ഒരു ചോദ്യം ഇങ്ങനെയാണ്: മൗര്യ സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു? അങ്ങനെ നിരവധി സാമ്രാജ്യങ്ങളും രാജവംശങ്ങളും ഉണ്ടായി. പക്ഷേ ഈ രാജവംശങ്ങൾക്ക് ശേഷം ഇന്ത്യയിലോ അപ്പൊ ഈ രാജവംശങ്ങളൊന്നും എന്തായിരുന്നില്ല? സാമ്രാജ്യമായിരുന്നില്ല. അപ്പോ ഇന്ത്യയിൽ ആദ്യമുണ്ടായ സാമ്രാജ്യം ഏതാണ്? മൗര്യ സാമ്രാജ്യമാണ്. അത് കഴിഞ്ഞ് കുറെ കാലം കൊച്ചു കൊച്ചു രാജ്യങ്ങളും പ്രദേശങ്ങളും ഭരണകർത്താക്കളും ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ത്യയിൽ ശക്തമായ ഒരു സാമ്രാജ്യം ഉണ്ടായി. അതാണ് മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം. അപ്പോ അതിനുശേഷം ശക്തമായ ഒരു സാമ്രാജ്യം ഉണ്ടായി. ആ സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് ശേഷം അനേക കാലഘട്ടം ഇന്ത്യയിൽ ശക്തമായ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നിരവധി ചെറു രാജ്യങ്ങളും രാജവംശങ്ങളുമാണ് ഉണ്ടായിരുന്നത്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഇൻഡോ ഗ്രീക്കുകാരും ശാകന്മാരും കുഷാനന്മാരും പാർത്തിയന്മാരും ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഗംഗാ സമതല പ്രദേശത്ത് ശുംഗ രാജവംശവും കണ്ണ് രാജവംശവുമാണ് ആധിപത്യം സ്ഥാപിച്ചത്. അതുകൂടാതെ കിഴക്കേ ഇന്ത്യയിൽ കലിംഗ രാജവംശം ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഡെക്കാൻ പ്രദേശത്ത് ശതവാഹനന്മാരാണ് ആധിപത്യം സ്ഥാപിച്ചത്. എന്നാൽ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചത് ചോളന്മാരും ചേരന്മാരും പാണ്ഡ്യന്മാരുമാണ്. അതിനുശേഷം കുറെ കാലഘട്ടത്തിലേക്ക് ഇന്ത്യയിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു രാജ്യങ്ങളാണ് ഭരിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് ശക്തമായ ഒരു സാമ്രാജ്യം സ്ഥിതി ചെയ്തു. അതാണ് ഇത് ഗുപ്ത സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യ തകർച്ചയ്ക്ക് ശേഷം നിരവധി ചെറു രാജ്യങ്ങൾ നിലവിൽ വന്നു. എങ്കിലും ആ രാജ്യങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ അതായത് AD 4-ാം നൂറ്റാണ്ടോടുകൂടി ഇന്ത്യയിൽ ശക്തമായൊരു സാമ്രാജ്യമുണ്ടായി. ആ സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തിന് ശേഷം അനേക കാലഘട്ടം കൊച്ചു കൊച്ചു രാജ്യങ്ങളെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ AD 4-ാം നൂറ്റാണ്ടോടുകൂടി ഇന്ത്യയിൽ ശക്തമായ ഒരു രാജവംശം ഉണ്ടായി. ആ രാജവംശമാണ് ഗുപ്ത സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് ഗുപ്ത സാമ്രാജ്യം. ശ്രീഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത്. ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ശ്രീഗുപ്തനായിരുന്നു. പക്ഷേ ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു. ശ്രീഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് എങ്കിലും ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി സമുദ്രഗുപ്തൻ ആധിപത്യം സ്ഥാപിച്ചു. ചന്ദ്രഗുപ്തൻ ഒന്നാമന്റെ പിൻഗാമിയായി സമുദ്രഗുപ്തൻ ആധിപത്യം സ്ഥാപിച്ചു. ഇദ്ദേഹത്തെയാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോ AD 4-ാം നൂറ്റാണ്ടോടുകൂടി ഇന്ത്യയിൽ ശക്തമായ ഒരു സാമ്രാജ്യമുണ്ടായി. ആ സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം എന്ന് അറിയപ്പെടുന്നത്. ശ്രീഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത്. എങ്കിലും ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു. ചന്ദ്രഗുപ്തന്റെ പിൻഗാമിയായ സമുദ്രഗുപ്തനെയാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത്. സമുദ്രഗുപ്തൻ അറിയപ്പെടുന്നത് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിലാണ്. അത് കഴിഞ്ഞ് ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ഇദ്ദേഹത്തെയാണ് വിക്രമാദിത്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഇന്ത്യയിൽ ശക്തമായ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ഗുപ്ത സാമ്രാജ്യമാണ്. AD 4-ാം നൂറ്റാണ്ടില് ശ്രീഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത്. ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ചന്ദ്രഗുപ്തൻ ഒന്നാമന്റെ പിൻഗാമി സമുദ്രഗുപ്തനെയാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഇദ്ദേഹത്തെ വിക്രമാദിത്യൻ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്.
അദ്ദേഹത്തെ വിക്രമാദിത്യൻ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. അപ്പോ ചന്ദ്രഗുപ്തൻ രണ്ടാമനെയാണ് വിക്രമാദിത്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി സമുദ്രഗുപ്തനെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് അലഹബാദ് ശിലാശാസനകളിൽ നിന്നാണ്. സമുദ്രഗുപ്തനെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് അലഹബാദ് ശിലാശാസനകളിലൂടെയാണ് സമുദ്രഗുപ്തനെ കുറിച്ച് അറിവ് ലഭിക്കുന്നത്. ഈ ശിലാശാസ്ത്രം രചിക്കപ്പെട്ടത് ഹരിസേനനായിരുന്നു. ഹരിസേനനാണ് ശിലാശാസനകള് രചിക്കപ്പെട്ടത്. ഈ ശിലാശാസനയില് സമുദ്രഗുപ്തന്റെ സൈനിക സംവിധാനങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കാം. അതായത് ഗുപ്ത സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയില് ശക്തമായ ഒരു സാമ്രാജ്യം മൗര്യ സാമ്രാജ്യ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയില് ശക്തമായ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചത് ഗുപ്ത സാമ്രാജ്യമാണ്. AD 4-ാം നൂറ്റാണ്ട് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ശ്രീഗുപ്തനാണ്. എങ്കിലും ഈ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ചന്ദ്രഗുപ്തൻ ഒന്നാമന്റെ പിൻഗാമിയായിരുന്നു സമുദ്രഗുപ്തൻ. ഇദ്ദേഹത്തെയാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സമുദ്രഗുപ്തനെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് അലഹബാദ് ശിലാശാസനകളിൽ നിന്നാണ്. സമുദ്രഗുപ്തനെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് അലഹബാദ് ശിലാശാസനകളിൽ നിന്നാണ്. ഇത് രചിച്ചത് ഹരിസേനനാണ്. അടുത്ത പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഇദ്ദേഹത്തെയാണ് വിക്രമാദിത്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഗുപ്ത സാമ്രാജ്യത്തെ കുറിച്ച് ചുരുക്കി നമുക്ക് ഇങ്ങനെയാണ് പറയാൻ പറ്റുക. ചുരുക്കി നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ അപ്പോൾ പ്രധാനപ്പെട്ട 4 ഭരണാധികാരികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ശ്രീഗുപ്തനാണ് സ്ഥാപകൻ. ശക്തനായ ഒന്നാമത്തെ ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്ന സമുദ്രഗുപ്തനെയാണ്. വിക്രമാദിത്യൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ചന്ദ്രഗുപ്തൻ രണ്ടാമനെയാണ്. ഇനി ഈ കാലഘട്ടമായപ്പോൾ കാർഷിക മേഖല ഗണ്യമായി പുരോഗമിച്ചു. BC 6-ാം നൂറ്റാണ്ട് മുതൽ കാർഷിക രംഗത്ത് വലിയ വളർച്ചയാണ് ഉണ്ടായത്. BC 6-ാം നൂറ്റാണ്ടായപ്പോൾ കാർഷിക രംഗത്ത് വലിയ വളർച്ചയാണ് ഉണ്ടായത്. എന്താ വളർച്ച എന്ന് പറഞ്ഞാല്, അതായത് കലപ്പയുടെ ഉപയോഗം കാര്യക്ഷമമാകപ്പെട്ട കാലഘട്ടമായിരുന്നു BC 6-ാം നൂറ്റാണ്ടിനും AD 6-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടമായപ്പോൾ കലപ്പയെ നമുക്കറിയാമല്ലോ. അതായത് ഒരു മരത്തിന്റെ അഗ്രഭാഗത്ത് നുക ഉപയോഗിച്ചുകൊണ്ട് കലപ്പ ഉപയോഗിക്കപ്പെടുകയും കലപ്പ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കാർഷിക ഉൽപാദനം വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ട്? ഉൽപാദനം അപ്പോൾ കലപ്പ, മൺവെട്ടി എന്നിവ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക ഉൽപാദനം വർദ്ധിക്കുകയും കാർഷിക ഉൽപാദനത്തിന്റെ വർധനവ് വാണിജ്യ പുരോഗതിക്ക് വഴിയൊരുക്കുകയും ചെയ്തു. BC 6-ാം നൂറ്റാണ്ട് മുതൽ AD 6-ാം നൂറ്റാണ്ട് കാലഘട്ടത്തില് ഇരുമ്പിന്റെ വ്യാപകമായ ഉപയോഗമുണ്ടാവുകയും ഈ ഉപയോഗത്തിന് വേണ്ടി അതായത് കലപ്പ, മൺവെട്ടി എന്നിവ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയുടെ പുരോഗതി സാധ്യമാക്കി. കാർഷിക മേഖല ഗണ്യമായി പുരോഗമിച്ചപ്പോൾ വാണിജ്യ മേഖലയും ഗണ്യമായി പുരോഗമിച്ചു. കാർഷിക മേഖല പുരോഗമിക്കുമ്പോൾ നമുക്കറിയാം കാർഷിക ഉൽപ്പന്നങ്ങൾ വർദ്ധിക്കുമ്പോൾ അത് വിറ്റഴിക്കാനുള്ള കമ്പോളങ്ങൾ ആവശ്യമായി വരും. അങ്ങനെ വാണിജ്യ മേഖല ഗണ്യമായി പുരോഗമിച്ചു. ആ വാണിജ്യ മേഖല പുരോഗമിച്ചതോടുകൂടി എന്ത് ചെയ്തു? ആ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ആ വാണിജ്യ കേന്ദ്രങ്ങൾ നഗരവൽക്കരണത്തിന് കാരണമാവുകയും ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ നഗരവൽക്കരണത്തിന് കാരണമാവുകയും ചെയ്തു. ഈ നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വാണിജ്യ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് വാണിജ്യ മേഖല പുരോഗമിക്കണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ? ഒന്ന് എന്താണ്? നഗരവൽക്കരണം ഉണ്ടാകും. രണ്ടാമത്തത് കമ്പോളങ്ങൾ ഉണ്ടാകും. മൂന്നാമത്തത് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. വാണിജ്യ പുരോഗതിയുടെ ഭാഗമായിട്ട് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും അങ്ങനെ ജലഗതാഗത സംവിധാനങ്ങൾ വികസിക്കുകയും ചെയ്തു. ജലഗതാഗത സംവിധാനം വികസിക്കപ്പെട്ടു. അങ്ങനെ ശരിക്കു പറഞ്ഞാൽ BC 4-6-ാം നൂറ്റാണ്ട് മുതൽ AD 6-ാം നൂറ്റാണ്ട് വരെ ആയപ്പോൾ ഇന്ത്യയിൽ അനേകം നഗരങ്ങൾ വികാസം പ്രാപിച്ചു. അപ്പോൾ മൗര്യ സാമ്രാജ്യത്തിന് ശേഷമുണ്ടായത് അനേകം ചെറു രാഷ്ട്രങ്ങളാണ്. അതിനുശേഷമുണ്ടായ സാമ്രാജ്യമാണ് ഗുപ്ത സാമ്രാജ്യം. ഗുപ്ത സാമ്രാജ്യത്തിന്റെ കാലഘട്ടമായപ്പോൾ മുതൽ മൗര്യ സാമ്രാജ്യത്തിനും ഗുപ്ത സാമ്രാജ്യത്തിനും ഇടയ്ക്കുള്ള കാർഷിക സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇരുമ്പിന്റെ വ്യാപകമായ ഉപയോഗമുണ്ടാവുകയും അതായത് കലപ്പ, മൺവെട്ടി എന്നിവ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖല ഗണ്യമായി പുരോഗമിച്ചു.
കാർഷിക മേഖലയുടെ ഗണ്യമായ പുരോഗതി എന്തിന് കാരണമായി? വാണിജ്യ പുരോഗതിക്ക് കാരണമായി. ഉൽപാദനം വർദ്ധിച്ചു. അപ്പൊ അതിൻ്റെ ഒരു ചെയിനാണത്. കാർഷിക മേഖല പുരോഗമിക്കുമ്പോൾ ഉൽപാദനം വർദ്ധിക്കുന്നു. ഉൽപാദനം വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കുന്നു? വിപണനം, അതായത് വാണിജ്യ മേഖല പുരോഗമിക്കുന്നു. വാണിജ്യ മേഖല പുരോഗമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഗതാഗത സൗകര്യം മെച്ചപ്പെടുന്നു. ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നു? ഗതാഗത സൗകര്യം മെച്ചപ്പെട്ട് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ വാണിജ്യ കമ്പോളങ്ങൾ ഉണ്ടാകുന്നു. ഈ കമ്പോളങ്ങൾ എന്തിന് കാരണമാകുന്നു? നഗരവൽക്കരണത്തിന് കാരണമാകുന്നു. ആ നഗരവൽക്കരണം എന്തിന് കാരണമാകുന്നു? പുതിയ പുതിയ ഭരണ സംവിധാനങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. അപ്പോ കാർഷിക മേഖലയുടെ പുരോഗതി രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വഴിതിരിച്ചു. എങ്ങനെ മനസ്സിലാവുന്നുണ്ട്? അത് കാർഷിക മേഖലയുടെ പുരോഗതി വാണിജ്യ പുരോഗതിക്ക് കാരണമായി. എങ്ങനെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. BC 6-ാം നൂറ്റാണ്ട് മുതൽ AD 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തില് എന്താണ്? അതായത് ഇരുമ്പിന്റെ വ്യാപകമായ ഉപയോഗത്തിന്റെ ഫലമായി വാണിജ്യ മേഖല ഗണ്യമായി പുരോഗമിച്ചു. വാണിജ്യ മേഖല ഗണ്യമായി പുരോഗമിക്കാൻ കാരണം എന്താണ്? കാർഷിക മേഖല പുരോഗമിച്ചു. കാർഷിക മേഖല പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നു? ഉൽപാദനം വർദ്ധിക്കുന്നു. ഉൽപാദനം വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും? അതിനെ വിറ്റഴിക്കാനുള്ള വാണിജ്യ മേഖല ഉണ്ടാകും. വാണിജ്യ മേഖല പുരോഗമിക്കണമെങ്കിൽ എന്ത് വേണം? ആ സാധനങ്ങൾ കമ്പോളങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എന്താണ്? ഗതാഗത സംവിധാനം മെച്ചപ്പെടണം. ഗതാഗത സംവിധാനം അന്ന് ഈ BC 6-ാം നൂറ്റാണ്ടിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഗതാഗത സംവിധാനമാണ് ഏത്? ജലഗതാഗതമാണെന്ന് പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെട്ടത്. ആ ജലഗതാഗത സംവിധാനം വികാസം പ്രാപിച്ചതോടുകൂടി ഇത് സംഭവിച്ചു. ആ ജലഗതാഗതം വികാസം പ്രാപിക്കുകയും സാധനങ്ങൾ കമ്പോളങ്ങൾ എത്തപ്പെടുകയും ചെയ്തപ്പോൾ കമ്പോളവൽക്കരണം, നഗരവൽക്കരണം ആരംഭിക്കപ്പെട്ടു. നഗരവൽക്കരണം ആരംഭിച്ചപ്പോൾ ആ നഗരങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതിന് വേണ്ടി പുതിയ ഗതാഗത പുതിയ ഭരണ സംവിധാനങ്ങൾ സ്ഥാപിതമായി. അങ്ങനെ പുതിയ രാഷ്ട്രങ്ങളും രാഷ്ട്രസങ്കല്പങ്ങളും ഉണ്ടായി. ഇതൊരു വലിയൊരു ഭാഗത്ത് ചുരുക്കി ഞാൻ പറഞ്ഞാണ്. ഒരുപാട് കാര്യങ്ങളകത്ത് പറയേണ്ട കാര്യങ്ങളായിരുന്നു. ഇതിനെ നമ്മൾ ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മളിപ്പോൾ ഗുപ്ത സാമ്രാജ്യവും വാണിജ്യ പുരോഗതിയും പറഞ്ഞു. ഇനി ഇതൊക്കെ നമ്മൾ നഗരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി നഗരങ്ങളല്ലാതെ നമുക്കറിയാം ഗ്രാമങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഈ പുരാതന കാലഘട്ടങ്ങളിൽ മൗര്യ സാമ്രാജ്യ ഗുപ്ത സാമ്രാജ്യ കാലഘട്ടമായ 6-ാം നൂറ്റാണ്ടിലെ ഗ്രാമങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു? അതായത് BC 6-ാം നൂറ്റാണ്ടിലും AD 6-ാം നൂറ്റാണ്ടിലും ഇടയ്ക്ക് കാർഷിക മേഖലയിൽ ഉണർവ് സംഭവിച്ചു എങ്കിലും, കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടായി എങ്കിലും, ഉൽപാദന മേഖല ഗണ്യമായി പുരോഗമിച്ചു എങ്കിലും അതിൻ്റെ ഉൽപാദനത്തിൻ്റെ ഗുണഫലങ്ങൾ ഗ്രാമങ്ങളിലെ സാധാരണക്കാർക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ നഗരവൽക്കരണത്തിന്റെ ഫലമായി കാർഷിക മേഖല പുരോഗമിക്കുകയും ഉൽപാദന മേഖല പുരോഗമിക്കുകയും ചെയ്തുവെങ്കിലും അതിന്റെ ഗുണഫലങ്ങൾ ആർക്ക് ലഭിച്ചിരുന്നില്ല? ഗ്രാമങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഗ്രാമങ്ങളിലെ സാധാരണക്കാർക്ക് ആ ഗുണഫലങ്ങൾ ലഭിച്ചിരുന്നില്ല. അവിടെ അസമത്വങ്ങളാണ് കാണപ്പെട്ടിരുന്നത്. ഗ്രാമങ്ങളുടെ അവസ്ഥ 6-ാം നൂറ്റാണ്ട് ഗ്രാമങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പറയേണ്ടതാണ്. 6-ാം നൂറ്റാണ്ടായപ്പോൾ കാർഷിക മേഖല ഗണ്യമായി പുരോഗമിക്കുകയും വാണിജ്യ മേഖല ഗണ്യമായി പുരോഗമിക്കുകയും ചെയ്തു. എങ്കിലും വാണിജ്യ മേഖലയും കാർഷിക മേഖലയും ഗണ്യമായി പുരോഗമിച്ചു എങ്കിലും എന്താണ്? അതിൻ്റെ ഗുണഫലങ്ങൾ ആർക്ക് ലഭിച്ചില്ല? ഗ്രാമങ്ങൾക്ക് ലഭിച്ചില്ല. ഗ്രാമങ്ങൾക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചില്ല. അവിടെ അസമത്വം സാധ്യമായി. അസമത്വമാണ് കാണപ്പെട്ടിരുന്നത്. അതായത് ഭൂ ഉടമകൾ ഭൂരഹിതരായ ചെറുകിട കർഷകരെ ചൂഷണം ചെയ്തു. ഭൂ ഉടമകൾ അല്ലെങ്കിൽ ജമ്മിമാര് ചെറുകിട കർഷകരെ ചൂഷണം ചെയ്തു. എങ്ങനെയാണ്? അപ്പൊ ഈ ചൂഷണം ചെയ്യുക, അതായത് അവർക്ക് അനാരോഗ്യപര പാർപ്പിട നമ്മൾ കഴിഞ്ഞ +1 പഠിച്ച അതേ സംവിധാനം തന്നെയാണ്. ഭൂവുടമകൾ എങ്ങനെ ചൂഷണം നമുക്കറിയാൻ പറ്റും. എന്താണ്? പോഷകാഹാരക്കുറവ്, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ശരിയായ വേതനം ലഭിക്കാതെ വരിക തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. ഇത് നമ്മളെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നത് ഏതാണ്? ബുദ്ധകൃതികളും തമിഴ് സാഹിത്യകൃതികളും ഒക്കെ ആ കാലഘട്ടത്തെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ മധ്യകാല 6-ാം നൂറ്റാണ്ടില് ഗ്രാമങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിക്കാം. വളരെ ചെറിയൊരു ചോദ്യം
ചോദ്യമാണ്. ഒരു 2-3 മാർക്കിന് ചോദിച്ചാൽ മധ്യകാലഘട്ടം അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടോടുകൂടി കാർഷിക മേഖല ഗണ്യമായി പുരോഗമിക്കുകയും വാണിജ്യ മേഖല പുരോഗമിക്കുകയും നഗരവൽക്കരണം സാധ്യമാവുകയും ചെയ്തു. എങ്കിലും അതിൻ്റെ ഗുണഫലങ്ങൾ ഗ്രാമങ്ങളിലെത്തിയിരുന്നില്ല. ഗ്രാമങ്ങളിലെ സാധാരണ ജനവിഭാഗങ്ങളുടെ അവസ്ഥ ദുരിതപൂർണമായിരുന്നു. ഭൂ ഉടമകള് ചെറുകിട കർഷകരെ ചൂഷണം ചെയ്യുകയും അവരെ ജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്യപ്പെട്ടു. അതായത് അനാരോഗ്യ പാർപ്പിട സംവിധാനങ്ങളും പോഷകാഹാരക്കുറവും തൊഴിലില്ലായ്മയും കുറഞ്ഞ വേതന സംവിധാനങ്ങളും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി. മാത്രമല്ല അവിടെ എന്താ സംഭവിച്ചത്? ചൂഷണങ്ങൾക്ക് വിധേയമാക്കി. അത് ബുദ്ധകൃതികളും അതുപോലെ തന്നെ തമിഴ് സാഹിത്യകൃതികളും ഇത് വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അതായത് വേളാളർ അതുപോലെ തന്നെ ഉഴവർ അടിമകൾ എന്നിങ്ങനെ പല വിഭാഗങ്ങളായിട്ട് വെള്ളാളർ എന്ന് പറഞ്ഞാൽ വെള്ളാള വിഭാഗത്തിൽപ്പെട്ടവര്, ഉഴവർ എന്ന വിഭാഗത്തിൽപ്പെട്ടവര്, അതുപോലെ അടിമകൾ എന്നിങ്ങനെ താഴ്ജാതിക്കാരെ വിഭാഗക്കാരെ പല തട്ടുകളെ തരംതിരിക്കപ്പെടുകയും അവരെ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന സംവിധാനമാണ് ഗ്രാമങ്ങളിൽ കാണപ്പെട്ടത്. അപ്പൊ ചോദ്യം, ഞാൻ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ, ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ 4 എണ്ണമാണ്. ഒന്ന്, മൗര്യ സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? മൗര്യ സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? അതിൽ നമ്മൾ പറഞ്ഞു എന്താണ് മൗര്യ സാമ്രാജ്യത്തിന് ശേഷം എന്ത് ചെയ്തു? രാജ്യത്ത് അനേകം രാഷ്ട്രങ്ങളോ ഭരണകൂടങ്ങളോ ഉദയം ചെയ്യപ്പെട്ടു. ഏതൊക്കെയാണ്? വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയില് ഇൻഡോ ഗ്രീക്കുകാര്, ശാകന്മാര്, കുഷാനന്മാര്, പാർത്തിയന്മാര്, അതുപോലെ ഗംഗാസമുദ്രത്ത് ശുംഗന്മാരും കണ്ണന്മാരും ആധിപത്യം സ്ഥാപിച്ചു. കിഴക്കേ ഇന്ത്യയിലെ കലിംഗ രാജവംശം ആധിപത്യം സ്ഥാപിച്ചു. ഡെക്കാൻ പ്രദേശത്ത് ശതവാഹനന്മാർ ആധിപത്യം സ്ഥാപിച്ചു. തെക്കേ ഇന്ത്യയില് ചോളന്മാരും ചേരന്മാരും പാണ്ഡ്യന്മാരും ആധിപത്യം സ്ഥാപിച്ചു. അതായിരുന്നു ഒരു ചോദ്യം. രണ്ടാമത്തേത്, എന്താണ് ഗുപ്ത സാമ്രാജ്യം? അതായത് മൗര്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിലുണ്ടായ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു ഏത്? ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ശ്രീഗുപ്തനാണ്. എങ്കിലും ഏറ്റവും ശക്തനായ ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു. ചന്ദ്രഗുപ്തന് ശേഷം ആ സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു സമുദ്രഗുപ്തൻ. ഇദ്ദേഹത്തെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം ആധിപത്യം സ്ഥാപിച്ചത് ആരാണ്? സമുദ്രഗുപ്തനെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് ഏതാണ്? അലഹബാദ് ശാസ്ത്രങ്ങളിൽ നിന്നാണ്. ആ ശാസ്ത്രം രചിക്കപ്പെട്ട ഹരിസേനാണ്. അടുത്തത് എന്താണ്? അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാർഷിക മേഖല പുരോഗതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഭംഗിയായിട്ട് ഓർക്കുക. അത് നോട്ടായിട്ട് നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. ഒന്ന് നല്ല ശ്രദ്ധിക്കുക.